വർദ്ധിക്കുന്ന കപ്പൽ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻകരുതലുകൾ ശക്തമാകുന്നു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് ഓൺലൈനായി ചേർന്ന യോഗത്തിൽ വിവിധ ഏജൻസികളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. കപ്പൽ തീപിടുത്തത്തിൽ മാരിടൈം ബോർഡിന് കൂടുതലായി ഒന്നും ചെയ്യാനില്ലെന്ന് കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള പറഞ്ഞു. ഇതിനിടെ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് പ്രതിരോധ വക്താവ് കമാൻഡർ അതുൽ പിള്ള അറിയിച്ചിട്ടുണ്ട്. കപ്പൽ കമ്പനി ഉടമകൾ, തമിഴ്നാട്, കേരള മാരിടൈം ബോർഡ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, MMD പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മാരിടൈം ബോർഡിന് വേണ്ടി CEO ഷൈനെ ഹക്ക് പങ്കെടുത്തു. ഇന്നലത്തെ തീപിടുത്തത്തിൽ നാവികസേനയും കോസ്റ്റ് ഗാർഡുമെല്ലാമാണ് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരുന്നതെന്നും മാരിടൈം ബോർഡിന് കൂടുതലായി ഒന്നും ചെയ്യാനില്ലെന്നും ചെയർമാൻ NS പിള്ള പറഞ്ഞു. മാരിടൈം ബോർഡും കോസ്റ്റൽ പോലീസുമെല്ലാം ജാഗ്രത പുലർത്തുന്നുണ്ട്. കണ്ടെയ്നറുകൾ കൊച്ചി തീരത്തടക്കം അടിയാൻ സാധ്യതയുമുണ്ട്. കാര്യങ്ങളോട് ചർച്ച ചെയ്തു. പക്ഷെ അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിപ്പോൾ നമ്മുടെ നേവിയും കോസ്റ്റ് ഗാർഡും വളരെ വളരെ വലിയ എഫർട്ട് എടുത്ത് അത് തീ അണയ്ക്കാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ പല കണ്ടെയ്നർ ഷിപ്പിന്റെ ചുറ്റും ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നതിനാൽ വളരെ ക്ലോസ് റേഞ്ചിൽ അവർക്ക് വെള്ളം ഒഴിക്കാനോ തീ അണയാനോ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പടങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓൺ ഗ്രൗണ്ടിൽ ഇന്ന് അവിടെ നേവിയും കോസ്റ്റ് ഗാർഡും ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. കോസ്റ്റ് ഗാർഡ് ഇന്നലെ രാത്രി തൊട്ട് ആ ഷിപ്പിൻ്റെ ഒരു 50 മീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ അവിടെ എത്തിയിട്ട് ഉള്ള ചാലഞ്ചസ് ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ. അവിടെ ഇങ്ങനെ നേരെ പോയി നമുക്ക് അവിടെ എത്താൻ പറ്റില്ല, ബിക്കോസ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കും അതൊരു ഡേഞ്ചറാണ്. പക്ഷെ അത് ഇല്ലാതെ തന്നെ അവർ ആ കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ട് അവർ എടുത്തിട്ട് അവർ അവിടെ ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പലിലെത്തി നിയന്ത്രണ വിധേയമായിട്ടില്ലെന്ന് പ്രതിരോധ വക്താവ് കമാൻഡർ അതുൽ പിള്ള അറിയിച്ചു. കപ്പലിൽ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 കപ്പലുകൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. കത്തുന്ന വസ്തുക്കൾ നീക്കം ചെയ്താൽ മാത്രമേ തീ അണയ്ക്കാൻ സാധിക്കുകയുള്ളൂ. രക്ഷാദൗത്യം ദുഷ്കരമാണ്. കടലിൽ നിന്ന് കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനായില്ലെങ്കിൽ തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരത്തേക്ക് ഒഴുകിയെത്തിയേക്കും. ജനം, കൊച്ചി.